അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നാം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഹൃദയം നിറഞ്ഞ സന്തോഷത്തിന്റെ ദിവസത്തിലാണുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചതുപോലെ, കൽപ്പിച്ചതുപോലെ നോമ്പ് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നത് ഒരിക്കലും തിരിച്ചു വരാത്ത, ഈ വർഷത്തെ റമളാനിൽ ഒരു നിമിഷം പോലും തിരിച്ചു വരില്ലല്ലോ. ആ ഏറ്റവും ഷഹ്റും മുബാറക്, അനുഗ്രഹീതമായ മാസത്തിൽ കഴിഞ്ഞുകൂടാൻ സാധിച്ചതിന്റെ അതിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള സന്തോഷത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതിനോട് ചേർത്ത് പറഞ്ഞ കാര്യമാണ് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ലോകത്തിന്റെ സൃഷ്ടാവ് നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തന്നതിന്റെ പേരിൽ അവനെ മഹത്വപ്പെടുത്തുക. നോക്കൂ, ഇന്നത്തെ ദിവസം, പെരുന്നാൾ ദിവസം കൂടുതൽ പറഞ്ഞ ദിക്ർ എന്താണ്? അല്ലാഹു അക്ബർ. അല്ലാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ കുലദൈവത്തിന്റെ പേരല്ല. ഈ ലോകത്തിന്റെ സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു എന്നത്. അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ, എല്ലാറ്റിനെയും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന, ഉറക്കമില്ലാത്ത മഴക്കമില്ലാത്ത സർവശക്തനായ കാരുണ്യവാനായ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അവൻ ഉന്നതനാകുന്നു എന്നതാണ് ആവർത്തിച്ചാവർത്തിച്ച് നാം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സൃഷ്ടാവ് അൽ ഇലാഹാണ്, സാക്ഷാൽ ആരാധ്യനാണ്. അഥവാ നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ പടച്ചവനെ നിങ്ങൾ മഹത്വപ്പെടുത്തുക. ആ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഐക്യത്തിന്റെ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണ്? മുഴുവൻ മനുഷ്യരും ആരാധിക്കണം. ആരെ ആരാധിക്കണം? അവരെ സൃഷ്ടിച്ചവനെ ആരാധിക്കണം. സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് രാവും പകലും സൂര്യനും ചന്ദ്രനും ഒക്കെ. നിങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ പ്രണാമമർപ്പിക്കരുത്. ആ സൂര്യന്റെയും ചന്ദ്രന്റെയും സൃഷ്ടാവിനെ നോക്കൂ, എത്ര വ്യക്തമായ സന്ദേശം. സൂര്യൻ നോക്കൂ, നമുക്ക് ഊർജം നൽകുന്നത് പടച്ചവൻ സൂര്യനിലൂടെ. എന്നാൽ ആ സൂര്യനെ അല്ല, സൂര്യന്റെ സൃഷ്ടാവിനെ. ചന്ദ്രനെ അല്ല, ചന്ദ്രന്റെ സൃഷ്ടാവിനെ. ഭൂമിയെ അല്ല, ഭൂമിയുടെ സൃഷ്ടാവിനെ. അതിലെ കടലിനെ അല്ല, കടലിന്റെ സൃഷ്ടാവിനെ. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല, മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച പടച്ചവനെ. യേശുവിനെ അല്ല, യേശുവിന്റെ സൃഷ്ടാവിനെ. ഇങ്ങനെ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ദൈവവിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷകനെ ആരാധിക്കുക. മരിച്ചവരോടല്ല നാം തേടേണ്ടത്, മരിപ്പിക്കുന്നവനോടാണ്. ഉറങ്ങുന്നവരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഉറക്കം നൽകുന്നവനോടാണ്. മയങ്ങിപ്പോകുന്നവർക്കല്ല നേർച്ച കൊടുക്കേണ്ടത്, മഴക്കം നൽകുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ്. അതുകൊണ്ട് ആ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ സന്ദേശം, ഏകദൈവാരാധനയുടെ പ്രഖ്യാപനം. ആ ഏകദൈവാരാധന എന്തിനു സ്വീകരിക്കണം? എല്ലാ വിഷമങ്ങൾക്കും ഒരു അറുതിയുണ്ട്. ആ അറുതി മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതമാണ്. അല്ലെങ്കിൽ ഇവിടെ പട്ടിണി പാവങ്ങളില്ലേ, ഇവിടെ അംഗപരിമിതരല്ലേ, എന്തെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളും സഹിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഒരു അധ്വാനവുമില്ലാതെ സുഖമായി ജീവിക്കുന്നവരും ഇവിടെയുണ്ട്. ഇത് നീതിയാണോ സഹോദരങ്ങളെ? ഇറാനിലെ കുട്ടികളുടെ മുകളിൽ കൊണ്ടുപോയി രണ്ട് ഭീകര രാഷ്ട്രങ്ങൾ, ലോക ഭീകർ അമേരിക്കയും ഇസ്രായേലും പോയി ബോംബിട്ടു. ആ കുട്ടികളെ കൊന്നു. ആ കുട്ടികൾക്ക് നീതി
കിട്ടണ്ടേ, ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് നീതി കിട്ടണ്ടേ. അപ്പോൾ നീതിയുടെ ലോകം, മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണവൻ. എല്ലാ ഫാത്തിഹയിലൂടെയും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. പടച്ചവനെ നിനക്കാണ് സ്തുതി. അതിന്റെ കാരണങ്ങളിൽ ഒന്ന്, മരണാനന്തര ജീവിതത്തെ പടച്ചവൻ നിശ്ചയിച്ചു എന്നാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ചതിൽ എനിക്കും നിങ്ങൾക്കും വല്ല പങ്കുമുണ്ടോ? ഇല്ല. എങ്കിൽ ഇതിനെയൊക്കെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച പടച്ചവൻ പറയുന്നു ആവർത്തനമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. എല്ലുകൾ ദുരുമ്പിപ്പോയതിനു ശേഷം ആ എല്ലുകളെ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് വീണ്ടും മനുഷ്യനെ കൊണ്ടുവരും. അതാണ് നീതിയുടെ ലോകം. അതുകൊണ്ട് മരണാനന്തര ജീവിതം എന്ന ആ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ലോകത്ത് ഹിദായത്തിന്റെ സന്ദേശം, അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശമാണ്. സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്ന സന്ദേശമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒരു സന്തോഷം നോമ്പ് തുറക്കുമ്പോഴാണ്. മറ്റൊരു വ്യാഖ്യാനം 30 അല്ലെങ്കിൽ 29 നോമ്പ് കഴിഞ്ഞ് പെരുന്നാളാകുന്ന സന്തോഷം. വഫർഹത്തുൻ, രണ്ടാമത്തെ സന്തോഷം ഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. നോമ്പ് പൂർത്തിയാക്കിയ വിശ്വാസികളെ, നമ്മുടെ ഹൃദയത്തിൽ ആശങ്കയായി നിൽക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ സന്തോഷം നമുക്ക് കിട്ടി, രണ്ടാമത്തെ സന്തോഷം നമുക്ക് കിട്ടുമോ? രണ്ടാമത്തെ സന്തോഷം നമുക്ക് കിട്ടുമോ? ഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. നോമ്പ് സ്വീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിയ ആളുകളോട് പടച്ചവൻ ചോദിക്കും, സന്തോഷമായില്ലേ? അവർ പറയും, നിങ്ങൾക്കിനി എന്ത് വേണം? അവരോട് ചോദിക്കും, ഞങ്ങൾക്കിനി എന്ത് കിട്ടാൻ പടച്ചവനെ? നീ ഭീകരമായ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി, ഞങ്ങൾ സ്വർഗത്തിലെത്തി, ഇനി എന്ത് കിട്ടാൻ? അപ്പോൾ ഒരു മറ നീക്കപ്പെടും. ആ മറ നീക്കപ്പെടുമ്പോൾ നമ്മൾ വിളിക്കുന്ന പടച്ചവനെ നേരിട്ട് കാണുന്ന രംഗം, അതാണ് ലിഖാഉ റബ്ബ് എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭവം അതാണ്. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. അത് ലഭ്യമാവുക എന്നതാണ് നോമ്പിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സന്തോഷം. ഈ സന്തോഷമൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും ലോകത്തെ കുറിച്ച് നമുക്ക് മറന്നുകൂടാ. ഗൾഫ് രാഷ്ട്രങ്ങളിൽ പലയിടങ്ങളിലും ഈദ്ഗാഹുകൾ ഒഴിവാക്കി, എന്നിട്ട് പള്ളിയിലേക്ക് നമസ്കാരം മാറ്റി. എന്തേ? മിസൈൽ വന്ന് വീണുകൂടാ, ഒരൊറ്റ ജീവനും നഷ്ടപ്പെട്ടുകൂടാ. എത്ര പെട്ടെന്നാണ് അതും ഭീകരർ തെരഞ്ഞെടുത്തത്. ലോക ഭീകരർ അമേരിക്കയും ഇസ്രായേലും തെരഞ്ഞെടുത്തത് ഈ റമദാൻ മാസമാണ്. ആലോചിച്ചു നോക്കണം. ആ കുട്ടികളെ കൊല്ലാൻ, രാജ്യത്തെ ആക്രമിക്കാൻ അവർ തെരഞ്ഞെടുത്തത് റമദാൻ മാസമാണ്. അങ്ങനെ അവിടെ ഒരു ആക്രമണം നടന്നപ്പോ, മിസൈൽ വീണപ്പോ, ഇവിടെ ചില ആളുകൾക്ക് കുറെ കാലായി ഇപ്പൊ ഗൾഫും പറഞ്ഞ് നടക്കുന്നു, ആ പളപളപ്പൊക്കെ ഒന്ന് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് മനസ്സിലും സോഷ്യൽ മീഡിയയിലും സന്തോഷം പറഞ്ഞവർക്ക് ഇപ്പോൾ മിണ്ടാനില്ല. എന്തേ കാര്യം? അടുക്കളയെ ബാധിച്ചു, ഹോട്ടലുകൾ പൂട്ടി. അതെ, അറിയുക, ലോകത്തെവിടെയുള്ള പ്രയാസവും നമ്മുടെ പ്രയാസമാണ്. ലോകത്ത് വയനാട് ചുരത്തിൽ ഒരു ഇടിവുണ്ടായി, അതിന് കണ്ണൂരുള്ള എനിക്കെന്താ? പച്ചക്കറി ആ വഴിക്കാ വരുന്നത്. ചിന്തിക്കണം. അതുകൊണ്ട് മാനവികമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്താർക്കുള്ള പ്രയാസവും നമ്മുടെ പ്രയാസമാണ്. ലോകത്താർക്ക് ലഭിക്കുന്ന ഗുണവും നമ്മുടെ കൂടി ഗുണമാണ്. അങ്ങനെ വർഗീയ വിരുദ്ധ ചിന്തകളിലേക്ക് പോകണം. അങ്ങനെ സാമ്പത്തിക മാധ്യത്തിലേക്ക്, ഗ്യാസ് ലഭ്യമാകാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് അത്തരം വിഷയങ്ങൾ വന്നുവെങ്കിൽ അതൊരു പരീക്ഷണമായി കാണാൻ നമുക്ക് സാധിക്കണം. പടച്ചവൻ നമുക്കൊരു പരീക്ഷണം നൽകുകയാണ്. അതുകൊണ്ട് ഈ നോമ്പിന് നമ്മൾ തീരുമാനിക്കണം, പകൽ മുഴുവൻ പട്ടിണി കിടന്ന നമ്മൾ, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ, അതെ, ദുർവ്യയം ചെയ്യുന്നവർ, ആഡംബരം കാണിക്കുന്നവർ ശൈത്താന്റെ കൂട്ടാളികളാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ലളിത ജീവിതത്തിലേക്ക് വരാൻ, നമ്മുടെ മകന്റെയോ മകളുടെയോ കല്യാണം ഉണ്ടാകുമ്പോൾ ലോകത്തുള്ള മുഴുവൻ ആളുകളും കാണട്ടെ നമ്മുടെ പവർ എന്ന് ചിന്തിക്കല്ല സഹോദര. മറിച്ച് വിവാഹം സന്തോഷമാണ്, ഉഷാറായി നടത്തണം. പക്ഷേ വിവാഹം ആഡംബരത്തിലേക്ക് കൊണ്ടുപോയി നമുക്ക് പോലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരിക്കലും വിവാഹത്തെ എത്തിച്ചുകൂടാ, മറ്റു കാര്യങ്ങളെ ഒരിക്കലും എത്തിച്ചുകൂടാ. അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്ന
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പാഠങ്ങളിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മൾ ഉള്ളത്. തെരഞ്ഞെടുപ്പും ഈദ്ഗാഹും തമ്മിലാണ് എന്താ ബന്ധം? എന്താ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഈദ്ഗാഹിൽ പറയേണ്ട കാര്യം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചത് എന്നാണ്. ഇവിടെ നമുക്ക് അരാഷ്ട്രീയവാദമില്ല. രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ് ബ്രിട്ടീഷുകാരനെ പറഞ്ഞയച്ച് ഇന്ത്യക്കാരൻ്റെതാക്കി ഈ രാജ്യത്തെ നമ്മൾ മാറ്റിയത്. രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ് പൗരത്വ നിയമം വന്നപ്പോ അത് നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇവിടെ പ്രക്ഷോഭം നടന്നത്. രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ് ഇവിടെ ശരീഅത്തുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കാൻ വന്നപ്പം പറ്റില്ല എന്ന് പറഞ്ഞത്. രാഷ്ട്രീയമുള്ളത് കൊണ്ടാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ നിലപാട് നമുക്കുണ്ട്. ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് ബോധപൂർവം ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വർഗീയതക്കെതിരെ ബാലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ സന്ദർഭം ഉപയോഗിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചത് ഒരുപക്ഷെ മദ്യപാനം എന്ന തിന്മയോടുകൂടിയായിരിക്കും, സ്വവർഗരതി എന്ന വ്യഭിചാരം എന്ന അങ്ങനെ പലതരത്തിലുള്ള തിന്മകളോടുകൂടി ആയിരിക്കാം നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചത്. റമദാനിലെത്തിയപ്പോൾ നമ്മുടെ പുകവലി കാണാനില്ല, നമ്മളുടെ മയക്കുമരുന്ന് ഉപയോഗം കാണാനില്ല, മദ്യത്തിന്റെ ഉപയോഗം കാണാനില്ല. എങ്കിൽ സഹോദരങ്ങളെ, ആ പഴയ തിന്മയിലേക്ക് തിരിച്ചു പോകാനാണോ മനസ്സ് പറയുന്നത്? ആ പഴയ തിന്മയിലേക്ക് തിരിച്ചു പോകുന്നുവെങ്കിൽ ഒരു വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി എന്നിട്ട് വീട് കൂടൽ ദിവസം മുഴുവൻ തല്ലിപ്പൊളിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഉണ്ടാക്കിയ വീട് മുഴുവൻ ആഘോഷത്തിന്റെ പേരിൽ ആ വീട്ടിൽ കൂടുന്ന ദിവസം തല്ലിപ്പൊളിക്കുന്നത് പോലെ പെരുന്നാളാകരുത്. പെരുന്നാളിന് ഒരു നമസ്കാരം എക്സ്ട്രാ, ഒരു ഖുത്ബ എക്സ്ട്രാ, അല്ലാഹു അക്ബർ എക്സ്ട്രാ. അതിന്റെ സന്ദേശം എന്താ? പെരുന്നാൾ ആഘോഷം പടച്ചവനെ മറന്നുകൊണ്ടാകരുത്. ഇത് ആഘോഷിക്കാനുള്ള ദിവസമാണ്, ഇത് ഉറങ്ങാനുള്ള ദിവസമല്ല, ഇത് മയങ്ങാനുള്ള ദിവസമല്ല. ആഘോഷിക്കണം. കുട്ടികൾ പാട്ടുപാടട്ടെ, കുട്ടികൾ കസേരകളി കളിക്കട്ടെ, നല്ല സ്ഥലങ്ങളിലേക്ക് ടൂർ പോകട്ടെ. അങ്ങനെ സന്തോഷം. നമസ്കാരം ഉപേക്ഷിക്കാതെ, ഹറാമുകൾ ചെയ്യാതെ, പെരുന്നാളിന് കള്ളു കുടിക്കുന്നവന് പെരുന്നാളും മനസ്സിലായിട്ടില്ല, ഇസ്ലാമും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തച്ച് തകർക്കുന്ന ദിവസമായി മാറാതിരിക്കാൻ ഈ പെരുന്നാൾ ദിവസത്തെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ പെരുന്നാളിലേക്ക് വന്നെങ്കിൽ മറ്റൊരു വഴിയിലൂടെയാണ് തിരിച്ചു പോയത്. അതിന്റെ അർത്ഥം എന്താണ്? ബന്ധങ്ങൾ പുതുക്കുക. കുടുംബ ബന്ധങ്ങളിൽ ആരോടെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ ഇന്ന് പ്രയോറിറ്റി അവർക്കാണ്. അവിടെ പോകണം നമ്മൾ, ആ വീട്ടിൽ കയറി ചെല്ലണം നമ്മൾ. അവരുടെ അടുത്താ തകരാറ്, നമ്മുടെ അടുത്താ ശരി, ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ തോൽക്കല്ലേ? തോറ്റുകൊള്ളട്ടെ. കാരണം ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല കുടുംബ ബന്ധം മുറിക്കുന്നവൻ. അതുകൊണ്ട് ഊട്ടപ്പെട്ട ബന്ധങ്ങളിലേക്ക് തിരിച്ചു വരുന്ന, അയൽപക്ക ബന്ധങ്ങൾ ശക്തമാകുന്ന ആ ബന്ധങ്ങളുടെ ഒരു ദിവസമായി ഇന്ന് മാറാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് വരുന്നത് വെക്കേഷനാണ്. ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് പല കുട്ടികളും ആദ്യമായി തെറ്റ് ചെയ്യുന്ന മാസങ്ങളാണ്, ആദ്യമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മാസമാണ്, ആദ്യമായി സ്വവർഗരതിയിലേക്ക് പോകുന്ന, അങ്ങനെ പല തിന്മകളിലേക്കും നമ്മുടെ വളർന്ന മക്കൾ പോകുന്ന ദിവസങ്ങളാണ് ഏപ്രിൽ മെയ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കുട്ടികളോടൊപ്പം നമ്മൾ ഉണ്ടാകണം, അവരെ കളിക്കാൻ വിടണം, പക്ഷെ കയറി നമ്മുടെ കയ്യിലായിരിക്കണം. അങ്ങനെ അവരെ സുഹൃത്തുക്കളെ പോലെ നമ്മൾ ഈ 2 മാസം ഒരു ട്യൂഷൻ മാഷ പോലെ നമ്മുടെ മക്കളോടൊപ്പം ഉണ്ടാകണം. അവർ നമ്മളോടൊപ്പം സുബഹി ജമാഅത്തിന് പള്ളിയിലെത്തണം, അവർ നമ്മളോടൊപ്പം വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സദസ്സുകളിലേക്ക് എത്തണം. അതോടൊപ്പം ഏപ്രിൽ 6 മുതൽ 11 വരെ കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് വെക്കേഷൻ ക്ലാസ് നടക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ സദസ്സിലും പുറത്തുമൊക്കെ ഹജ്ജ് നിയ്യത്ത് ചെയ്തവരുണ്ടാകും. അത് പൂർണ്ണമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ശിർക്ക് ബിദ്അത്ത് മുക്തമായ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി ഈ വരുന്ന 28-ാം തീയതി ജവഹർ ഓഡിറ്റോറിയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയപ്രകാരമുള്ള ഹജ്ജ് ക്ലാസ്സിലേക്ക് നമ്മൾ അവരെ എത്തിക്കുവാൻ വേണ്ടി വളരെ ബോധപൂർവം ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് തുടർച്ച വേണം.
ഇതോടുകൂടി അവസാനിക്കരുത്. നോക്കൂ, 11 റക്അത്ത് നമസ്കരിച്ച തറാവീഹ് ചില ആളുകൾ യാത്ര അയക്കേണ്ടതില്ല. ഇന്നലെ രാത്രി അഥവാ ഇന്ന് പുലർച്ചെ ആ നമസ്കാരം ഉണ്ടായിരുന്നു. അഥവാ തറാവീഹ് നമസ്കാരം ഖിയാമുൽ ലൈൽ എന്ന പേരിൽ, വിത്ർ എന്ന പേരിൽ, തഹജ്ജുദ് എന്ന പേരിൽ 365 ദിവസവുമുണ്ട്. ജമാഅത്തായിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ട് ആ വിശപ്പിന് ശേഷം, നോമ്പ് തുറന്ന ക്ഷീണത്തിന് ശേഷം ഇശാ നമസ്കരിച്ചിട്ട് വീണ്ടും നമ്മൾ തറാവീഹ് നമസ്കരിച്ചെങ്കിൽ 1 റക്അത്ത്, 3 റക്അത്ത്, 5 റക്അത്ത്, 7 റക്അത്ത് നമ്മൾ തീരുമാനിക്കുക. തുടർച്ചയായി ആ വിത്ർ സഹോദരീ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തായിരുന്നു റമദാനിന്റെ കാരണം? വിശുദ്ധ ഖുർആൻ ആയിരുന്നു. എങ്കിൽ ആ വിശുദ്ധ ഖുർആൻ, ഇഖ്റഉൽ ഖുർആൻ ഫീ കുല്ലി ശഹർ, റമദാൻ മാസം കഴിഞ്ഞിട്ടും റസൂലുള്ളാഹി എല്ലാ മാസത്തിലും ഖുർആൻ ഓതി. അതുകൊണ്ട് ഖുർആൻ കയ്യിൽ നിന്ന് വെക്കല്ലേ, ഖുർആൻ കൊണ്ടു നടക്കൂ. ഫോണിലും അല്ലാതെയും വിശുദ്ധ ഖുർആനിനോടൊപ്പമുള്ള ജീവിതം, വിശുദ്ധ ഖുർആനോടൊപ്പമുള്ള സഞ്ചാരം. ആ വിശുദ്ധ ഖുർആൻ ഹുദൽ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുഴുവൻ ജനങ്ങൾക്കുമുള്ള മാർഗദർശന ഗ്രന്ഥമായ ഈ വിശുദ്ധ ഖുർആൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരെ, നിങ്ങളുടേത് കൂടിയാണ് ഖുർആൻ. ആ ഖുർആൻ വിമർശിക്കാനെങ്കിലും, അതിലുള്ളത് എന്താണെന്നറിയാനെങ്കിലും ഒന്ന് പഠിച്ചു നോക്കൂ. അപ്പോൾ കാണാം, ഒരു നിരപരാധിയെ കൊന്നാൽ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്ന്. അതുകൊണ്ട് കൃത്യമായി വിശുദ്ധ ഖുർആൻ തുടർച്ചയായി ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതോടൊപ്പം ഇവിടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാം സൂചിപ്പിച്ചതുപോലെ ഏകപക്ഷീയമായി ഒരു രാജ്യത്ത് പോയി ആക്രമിച്ച് അതിന്റെ ഭരണാധികാരിയെ കൊന്നൊടുക്കിയ അനീതിക്കെതിരാണ് ലോകം മുഴുവൻ. അതേ സന്ദർഭത്തിൽ ഓർക്കുക, ഇറാൻ പ്രതികരിക്കുന്ന ഒരു മതമുണ്ട്, ഒരാശയമുണ്ട്, അത് ഷിയായിസമാണ്. ചില ആളുകൾ ഈ സന്ദർഭം വെച്ച് ഇറാനിനോട് അനുകൂലമായ മനസ്ഥിതി ഉണ്ടല്ലോ എന്ന് കരുതി ഇറാനിലുള്ള ഷിയായിസത്തെ നോർമലൈസ് ചെയ്യാൻ ചില ശ്രമങ്ങൾ നടന്നു. അംഗീകരിക്കാൻ സാധ്യമല്ല. നീതിയുടെ പക്ഷത്താണ് നമ്മൾ. എന്നാൽ ഷിയായിസം എന്ന് പറഞ്ഞാൽ അവർ തന്നെ അൽ കാഫി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് വിശുദ്ധ ഖുർആനിൽ 17,000 ആയത്തുകൾ ഉണ്ടെന്നാണ്. അംഗീകരിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആനിൽ 17,000 ആയത്തുകൾ ഉണ്ട് എന്ന് നമ്മൾ ബുഖാരിയെ പോലെ പ്രാധാന്യം കൊടുക്കുന്ന അൽ കാഫി എന്ന ഗ്രന്ഥത്തിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനത്തിന് കമ്മീഷൻ പറ്റിയെന്ന് പച്ച മലയാളത്തിൽ ഷിയാക്കളുടെ പുസ്തകമുണ്ട്. സ്വഹാബത്തിനെ ദുഷ്ടന്മാർ എന്നവർ വിളിച്ചത് രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ ചുളുവിൽ ഷിയായിസത്തെ മുസ്ലിങ്ങളിലേക്ക് കൊണ്ടുവരാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഞാൻ അവസാനിപ്പിക്കും മുമ്പ് ചില ആളുകൾക്ക് വിഷമം, നോമ്പ് കഴിഞ്ഞല്ലോ. ശരിയാണ്, റമദാൻ നോമ്പ് കഴിഞ്ഞു, വല്ലാത്ത ദിവസങ്ങളായിരുന്നു. ശരി, ആഗ്രഹമുണ്ടോ? നാളെ നോമ്പ് തുടങ്ങുന്നു. ഒരാൾ റമദാനിൽ നോമ്പ് നോക്കുകയും ശവ്വാൽ 6 തുടർത്തുകയും ചെയ്താൽ വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെ. അതുകൊണ്ട് ആ സുന്നത്തായ ആ നോമ്പിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം വന്ന നമ്മളെല്ലാവരും ദാനം ചെയ്യുക. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ദാനം ചെയ്യുക എന്നത്. ഒപ്പം നമ്മൾ ഓർക്കണം, നമ്മുടെ സഹോദരങ്ങളെ, ഗൾഫിലും മറ്റു പ്രദേശങ്ങളിലും പ്രയാസപ്പെട്ട് കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ സുരക്ഷിതത്വം അവർക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഉപജീവനത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ നീക്കിക്കൊടുക്കണമേ. അല്ലാഹുവേ, പ്രാർത്ഥനക്കർഹൻ നീ മാത്രമാണ്. ഞങ്ങൾ നിന്നോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ, പ്രതിസന്ധികളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവൻ നീ കാത്തുരക്ഷിക്കണമേ. പൂർണ്ണ സമാധാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് നീ എത്തിക്കണമേ. ലോക ഭീകരനെ അല്ലാഹുവേ നീ പിടിച്ചു കെട്ടണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഉറ്റവരും ഉടയവരുമായ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങൾ ഈദ്ഗാഹിലിരിക്കുമ്പോൾ
അവർ ഖബറിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ രംഗങ്ങൾ കാണുന്ന ഖബറുകളായി നീ അവരുടെ ഖബറുകളെ മാറ്റണമേ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ചിലരെങ്കിലും നമസ്കാരത്തിന് പോലും വന്നിട്ടില്ല. അവർ ആശുപത്രി ബെഡിലും സ്വന്തം വീട്ടിലെ ബെഡിലുമാണ്. നീ ശിഫ കൊടുക്കണമേ നാഥ. താങ്ങാനാകാത്ത രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, ലഹരിയുടെ പിടുത്തത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീകളായ സന്താനങ്ങളെയും ഇണകളെയും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഖിയാം നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ. അല്ലാഹുവേ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, നിരന്തരമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ റസൂലുള്ളയെ കാണാൻ, റസൂലുള്ളയെ കെട്ടിപ്പിടിക്കാൻ, റസൂലുള്ളയോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ, സംസ്ഥാനത്തും രാജ്യത്തും ലോകത്തുടനീളവും മുസ്ലിം സഹോദരങ്ങൾ വിശിഷ്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദീനീ ജീവിതം നയിക്കാൻ, നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.